പാലക്കാട്ടെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ വീണ്ടും വിജിലൻസ് റെയ്ഡ് 1.7 ലക്ഷം രൂപ പിടികൂടി. 5 ചെക്ക് പോസ്റ്റുകളിൽ നടത്തിയ പരിശോധനയിലാണ് പണം പിടികൂടിയത്. വാളയാർ, ഗോവിന്ദാപുരം, ഗോപാലപുരം, നടുപുണി ചെക്ക് പോസ്റ്റുകളിലാണ് പരിശോധന നടത്തിയത്. വിനോദം, നമുക്കറിയാം, പലപ്പോഴും ഇത്തരത്തിൽ ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള തട്ടിപ്പാണ് നടക്കുന്നത്. തട്ടിപ്പെന്ന് പറഞ്ഞാൽ ചെക്ക് പോസ്റ്റുകളിലെ ഉദ്യോഗസ്ഥരും ഈ ലോറിയുമായി വരുന്ന സാധനവുമായി വരുന്ന ലോറി ഉടമകളുമായിട്ടുള്ള ചില ബന്ധങ്ങളൊക്കെ തന്നെ പണ്ട് മുതലേ തെളിഞ്ഞതാണ്. പക്ഷേ ഏതായാലും വിജിലൻസ് ഇപ്പോൾ നിരന്തരം ഇത്തരം ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന നടത്തുന്നുണ്ട്. പരിശോധനകളിൽ നിരവധി കള്ളക്കടത്ത് നടത്തുന്ന സംഭവങ്ങൾ, പ്രത്യേകിച്ചും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും, ഇതിപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ചെക്ക് പോസ്റ്റാണ്, കേരളത്തിലേക്കുള്ള ഒരു അതിർത്തിയാണ്. അപ്പോൾ അന്തർ സംസ്ഥാനങ്ങളിലുള്ള ഇത്തരത്തിലുള്ള കള്ളക്കടത്ത് ഒക്കെ നടക്കുന്നത് ഈ ചെക്ക് പോസ്റ്റുകൾ വഴിയാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി 1.7 ലക്ഷം രൂപ പിടികൂടി. അതായത് ഇതൊക്കെ അനധികൃതമായി ഇത്തരത്തിൽ സമ്പാദിച്ച് ഓഫീസിന്റെ പരിസരത്ത് തന്നെയൊക്കെ സൂക്ഷിക്കുന്നതാണ്. എന്തായാലും അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിനായി. അരുൺ, എന്താണ് വിശദാംശങ്ങൾ? പാലക്കാട് വീണ്ടും വിജിലൻസിന്റെ പരിശോധനയിൽ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് കൈക്കൂലി പണം പിടികൂടിയിരിക്കുകയാണ്. 1.7 ലക്ഷം രൂപയാണ് പിടികൂടിയിരിക്കുന്നത്. 5 ചെക്ക് പോസ്റ്റുകളിൽ നടത്തിയ പരിശോധനയിലാണ് ഈ പണം പിടികൂടിയത്. വാളയാർ, ഗോവിന്ദാപുരം, ഗോപാലപുരം, നടുപ്പുണി ചെക്ക് പോസ്റ്റുകളിലാണ് പരിശോധന നടത്തിയത്. കഴിഞ്ഞ ശനിയാഴ്ചയും പാലക്കാട്ടെ ഈ വാളയാർ, ഇൻ ഔട്ട്, അതുപോലെ തന്നെ ഗോവിന്ദാപുരം ഉൾപ്പെടെയുള്ള ചെക്ക് പോസ്റ്റുകളിൽ കഴിഞ്ഞ ശനിയാഴ്ചയും പരിശോധന നടത്തിയിരുന്നു. അന്ന് 1.49 ലക്ഷം രൂപയാണ് വിജിലൻസ് സംഘം പിടികൂടിയത്. ഈ കഴിഞ്ഞ ശനിയാഴ്ച പിടികൂടിയ പണം അത് വിജിലൻസ് സംഘം വെള്ളിയാഴ്ച രാത്രിയായിരുന്നു പരിശോധനയ്ക്ക് ചെന്നത്. അതിനുശേഷം പുലർച്ചെ വരെ നടത്തിയ പരിശോധനയിലായിരുന്നു 1.49 ലക്ഷം രൂപ പിടികൂടിയത്. ഇപ്പോഴും ഇന്ന് പുലർച്ചെ ഉൾപ്പെടെ നടത്തിയ ആ ഒരു പരിശോധനയിലാണ് ഇത്രയും പണം പിടികൂടിയിരിക്കുന്നത്. വിവിധ ഏജന്റുമാർ ഇത്തരത്തിൽ ഈ കൈക്കൂലി പണം വാങ്ങുന്നതിനും മറ്റുമൊക്കെയായി ഉദ്യോഗസ്ഥരുടെയും മറ്റും ഏജന്റുമാരായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിജിലൻസ് സംഘം കണ്ടെത്തിയിരിക്കുന്നത്. 2 തരത്തിലുള്ള ഏജന്റുമാരാണ്. ഒന്ന്, കൈക്കൂലി പണം ഇവർക്ക് എത്തിക്കുന്നതിനും മറ്റുമൊക്കെയായി പ്രവർത്തിക്കുന്ന ഒരു ഏജന്റ്. മറ്റൊരു ഏജന്റായിട്ട് ഈ പണം ഇവിടെ നിന്നും പാലക്കാട് നിന്നും ഇവരുടെ നാട്ടിലേക്ക് കടത്തുന്നതിനായി ഈ ഉദ്യോഗസ്ഥരുടെ നാട്ടുകാർ തന്നെയായ ആളുകൾ ഏജന്റായി പ്രവർത്തിക്കുന്നുണ്ട്. വളരെ വിശ്വസ്തരായ ആളുകൾ ഏജന്റായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിജിലൻസ് സംഘം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നത്. മാത്രമല്ല, ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ഉള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ വാളയാർ ചെക്ക് പോസ്റ്റ് ഉൾപ്പെടെയുള്ള അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ, പ്രത്യേകിച്ച് ഈ മണ്ഡല മകരവിളക്ക് കാലത്ത് അയ്യപ്പന്മാരിൽ നിന്നും ഉൾപ്പെടെ പണം മേടിക്കുന്ന, കൈക്കൂലിയായിട്ട് വാഹനങ്ങൾ തടുത്തു നിർത്തി അവിടെ നിന്നും പൈസ മേടിക്കുന്ന സാഹചര്യം കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് സീസണിലും ഉണ്ടായിരുന്നു. ഇത്തവണയും അത് തുടരുന്നു എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഇവർ ഈ ചരക്ക് വാഹനങ്ങളെയും അതുപോലെ തന്നെ അയ്യപ്പന്മാർ വരുന്ന വാഹനങ്ങളെയും തടുത്താണ് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നത് എന്നുള്ളതാണ് വിജിലൻസ് സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നേതായാലും 1.7 ലക്ഷം രൂപയാണ് പിടികൂടിയിരിക്കുന്നത്. ശരി, അരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്.